ഇന്നും യേശുവിനോടുകൂടെ യാത്ര തുടരാമെന്ന ഈ ശുശ്രൂഷയിലേക്ക് താങ്കളെ സ്വാഗതം ചെയ്യുകയും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ വന്ദനം പറയുകയും ചെയ്യുന്നു. യേശു കർത്താവ് തൻ്റെ ശിഷ്യന്മാരെ പഠിപ്പിച്ച പാഠങ്ങളിൽ അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെടാത്തതോ അല്ലെങ്കിൽ ഏറ്റവും കടുപ്പമായി തോന്നുന്നതോ ആയ കാര്യം ഏതാണെന്ന് ചോദിച്ചാൽ, ഏതെല്ലാം ഉത്തരങ്ങൾ ആരെല്ലാം പറഞ്ഞാലും ഒരു ഉത്തരത്തിൽ തന്നെ അത് ചെന്ന് നിൽക്കും എന്നുള്ളത് സത്യമാണ്, വാസ്തവമാണ്. ഞാൻ അങ്ങനെയാണ് ചിന്തിക്കുന്നത്. തുടർന്ന് അതിനെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നത്. അതിനുവേണ്ടി വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായം 23-ാം വാക്യം വായിക്കട്ടെ. പിന്നെ അവൻ എല്ലാവരോടും പറഞ്ഞത്, എന്നെ അനുഗമിപ്പാൻ ഒരുത്തൻ ഇച്ഛിച്ചാൽ അവൻ തന്നെത്താൻ നിഷേധിച്ച് നാൾതോറും തൻ്റെ ക്രൂശ് എടുത്തും കൊണ്ട് എന്നെ അനുഗമിക്കട്ടെ. വിശ്രമരഹിതമായ തൻ്റെ ശുശ്രൂഷാവേളകളിൽ കർത്താവ് ഒരിക്കലും തൻ്റെ ശിഷ്യന്മാർക്ക് വ്യക്തിപരമായ അനുഗ്രഹത്തിനും ആത്മീയ വളർച്ചയ്ക്കും പ്രായോഗിക ജീവിതത്തിൽ പ്രയോജനപ്പെടേണ്ടതുമായ അനുഗ്രഹിക്കപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ മറന്നുപോയിരുന്നില്ല. താൻ തിരഞ്ഞെടുത്ത 12 ശിഷ്യന്മാരെ വിളിച്ച് അവരോട് നിങ്ങൾ പുറപ്പെട്ടു പോയി ചെയ്യേണ്ട ശുശ്രൂഷകൾ ഇന്നതാണെന്നൊക്കെ പറഞ്ഞ് അവരെ അയക്കുന്നതായിട്ടാണ് ഈ 9-ാം അധ്യായത്തിൻ്റെ പ്രാരംഭ ഭാഗങ്ങളിൽ നമ്മൾ കാണുന്നത്. അതിൽ അവർ വിജയിക്കുകയും ചെയ്തു എന്നതും നമുക്ക് തുടർന്നുള്ള വാക്യങ്ങളിൽ വായിച്ച് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഒരു അത്ഭുതം ചെയ്തു എന്നതുകൊണ്ട് മാത്രം ഒരാളുടെ ശുശ്രൂഷ ജയിച്ചു എന്നില്ല. മറിച്ച് അനുദിന ജീവിതത്തിൽ കർത്താവിൻ്റെ ഇഷ്ടം അനുസരിച്ച് അല്ലെങ്കിൽ തിരിച്ചറിഞ്ഞ് മുന്നേറുന്നതാണ് വിശ്വാസ ജീവിതത്തിലെ, ശുശ്രൂഷ ജീവിതത്തിലെ ജയകരമായ അനുഭവം എന്ന് പറയുന്നത്. ക്രിസ്തു ശിഷ്യൻ തന്നെത്താൻ നിഷേധിക്കുന്നവനായിരിക്കണം. ഈ ഷുഡ് ഡിനൈ ഹിംസെൽഫ്. ഒരു കൂട്ടം ആളുകളുടെ ഇടയിൽ അവർ ആചരിച്ചു പോന്ന ഒരു ആചാരം ഇങ്ങനെയായിരുന്നു. അവരുടെ കൂട്ടത്തിൽ ആരെങ്കിലും പുതുതായി ചേരണമെങ്കിൽ അവർ അനുഷ്ഠിച്ചു കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അതുപടി അനുഷ്ഠിക്കുവാനും അനുവർത്തിക്കുവാനും അവർ തയ്യാറായിരിക്കണം. അവരുടെ കാര്യം ഇങ്ങനെയാണ്: അവർ പുകവലിക്കാൻ പാടില്ല, മദ്യപിക്കാൻ പാടില്ല, മാംസാഹാരങ്ങൾ ഭക്ഷിക്കാൻ പാടില്ല. അവരുടെ ഒരു വാർഷിക സമ്മേളനം നടക്കുമ്പോൾ ഒരു യുവാവ് കാര്യങ്ങളൊക്കെ ഒന്ന് അന്വേഷിച്ച് കാണാമെന്ന് വെച്ച് അവിടെ ചെന്നു. 300 വയസ്സ് കഴിഞ്ഞ ആളുകൾ പോലും വളരെ ചുറുചുറുക്കോടെ നടക്കുന്നത് കണ്ട് ആ മനുഷ്യൻ അത്ഭുതപ്പെട്ടു പോയി. കുറച്ചു കഴിഞ്ഞപ്പോൾ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് അവിടെ എത്തി. ഒരു 50 വയസ്സിൽ താഴെ മാത്രമേ പ്രായം തോന്നിക്കുകയുള്ളൂ. അടുത്ത് നിന്നൊരാൾ പറഞ്ഞു കൊടുത്തു, 150 വയസ്സുണ്ട് അദ്ദേഹത്തിന്. ഒടുവിൽ വിരുന്നിൻ്റെ സമയമായി, കാര്യങ്ങൾ കുറെ കൂടി മനസ്സിലാക്കാം എന്ന് വിചാരിച്ച് ആ യുവാവ് അവിടെ തന്നെ പറ്റിക്കൂടി. 150 വയസ്സ് പ്രായമുള്ള ഈ ഗുരുവിൻ്റെ അല്ലെങ്കിൽ ഈ നേതാവിൻ്റെ മുമ്പിൽ മാത്രം വിളമ്പിയിരുന്നത് പൊരിച്ച മാംസം, മദ്യം, സിഗരറ്റ് ഇങ്ങനെയുള്ള വിഭവങ്ങൾ ഉണ്ടായിരുന്നു. ഇത് കണ്ട് അമ്പരപ്പോടെ നോക്കി നിന്ന ഈ യുവാവിനോട് ഇവിടുത്തെ ശിഷ്യന്മാരിൽ ഒരാൾ പറഞ്ഞു, ഗുരുവിന് ഇതെല്ലാം അനുവദനീയമാണ്. എന്നാൽ അദ്ദേഹം എല്ലാ പ്രലോഭനങ്ങളെയും അതിജീവിച്ചയാളാണ്. നോക്കൂ, 2 പഴം മാത്രം കഴിച്ചിട്ട് അദ്ദേഹം എഴുന്നേറ്റ് പോയി. യുവാവിൻ്റെ അത്ഭുതം ഇരട്ടിച്ചു. ഏദൻ തോട്ടത്തിലെ ആദ്യത്തെ പാപത്തിൻ്റെ കാരണം നമുക്കൊക്കെ അറിയാം. വിലക്കപ്പെട്ടത് ഭക്ഷിക്കാനുള്ള അഭിനിവേശം, ആഗ്രഹം. ആ ആഗ്രഹമാണ് ഒടുവിൽ അനുസരണക്കേടിലും പിന്നത്തേതിൽ അത് പാപത്തിലേക്കും ചെന്നുപെട്ടത്. അനുവദിക്കപ്പെട്ട വസ്തുതകൾക്ക് വശ്യത കൂടുതലുണ്ട്, എന്നാൽ അത് നിരോധിക്കപ്പെട്ടതാണ് എന്ന വസ്തുത നമ്മൾ തിരിച്ചറിയണം. ശിഷ്യൻ എന്ന പദവിയിൽ എത്തിപ്പെടാൻ പ്രയാസമില്ല, നിലനിർത്താൻ പ്രയാസമാണ്. ഇങ്ങനെ നിലനിർത്തി ജീവിക്കണമെങ്കിൽ നാം സ്വയം നിഷേധിക്കപ്പെട്ടവരായി തീരണം. ഇങ്ങനെ ക്രിസ്തുവിനെ അനുവദാനം ചെയ്യുന്നവർക്ക് മാത്രമേ നിത്യജീവൻ അവകാശമാക്കാൻ കഴിയുകയുള്ളൂ. നമ്മുടെ തെറ്റുകൾ ദൈവത്തോട് ഏറ്റുപറഞ്ഞ് നിരപ്പ് പ്രാപിക്കാം. കർത്താവ് സഹായിക്കട്ടെ. സ്വർഗീയ പിതാവേ, എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവരെയും അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ വചനപ്രകാരം അങ്ങയെ പിൻപറ്റുവാൻ ഞങ്ങളെ സഹായിക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ അൻപുള്ള നാമത്തിൽ തന്നെ, ആമേൻ.